വളരെ അപകടകാരിയായ എന്നാൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു രോഗമാണ്, നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അല്ലെങ്കിൽ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നുള്ളത്. എന്നാൽ ഈ ഏതാനും മാസങ്ങളായിട്ട് കേരളത്തിൽ 20-ലധികം മരണങ്ങൾ ഈ ഒരു രോഗം മൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ ഒരു അസുഖത്തെ പറ്റി കൂടുതൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. മലിനമായ കുളങ്ങളില്, തടാകങ്ങളിൽ, അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കാണുന്ന ഒരു അമീബയാണ് നൈഗ്ലേരിയ പൗലേരിയ എന്ന് പറയുന്നത്. ഈ ഒരു അമീബയാണ് ഈ ഒരു അസുഖത്തിന് കാരണക്കാരനായ മൈക്രോ ഓർഗാനിസം, പോസിറ്റീവ് ഏജന്റ്. അപ്പം ഈ ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചക്കുള്ളിൽ തീർച്ചയായിട്ടും ഈ ഒരു രോഗി മരണത്തിലേക്ക് പോകാറാണ് പതിവ്. 98% കേസുകളിലും മരണമാണ് ഇതിന്റെ ഒരു എൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഈ ഒരു മലിനമായ ജലത്തില് മുങ്ങുന്ന വഴി അല്ലെങ്കിൽ കുളിക്കുകയോ നീന്തുകയോ ഒക്കെ ചെയ്യുന്ന വഴി നമ്മളുടെ നാസാദ്വാരങ്ങളിൽ കൂടി ഈ ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ തലച്ചോറിലെത്തും. എന്നിട്ട് അവിടുത്തെ തലച്ചോറിന്റെ തന്നെ ആവരണമായിട്ടുള്ള മെനിഞ്ചസിനെയും അതുപോലെ തന്നെ തലച്ചോറിലെയും ഒക്കെ നീർക്കെട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ കിടന്ന് ഈ ഒരു മൈക്രോ ഓർഗാനിസം റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി അവിടെ ഇൻഫെക്റ്റഡ് ആയിട്ട് ഇത്തരത്തില് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും പിന്നീട് അവിടെ ഉണ്ടാകുന്ന നാഡീകോശങ്ങളൊക്കെ നശിച്ചു പോകാനുമുള്ള ഒരു സാധ്യതയാണ് മെയിനായിട്ടും ഉണ്ടാകുന്നത്. അതിന് ഫലമായിട്ട് പലതരത്തിലുള്ള രോഗലക്ഷണങ്ങളും ഈ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്നു. എന്തൊക്കെയാണ് ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഇതിന്റെ തുടക്കത്തിൽ പലപ്പോഴും ഒരു വൈറൽ ഫീവർ വന്നതുപോലെ തന്നെ കടുത്ത പനി, തലവേദന, പിന്നെ ചിലപ്പോ അമിതമായിട്ടുള്ള ക്ഷീണം, ഛർദി ഒക്കെയാണ് പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം കഴുത്തിന് ഒരു പിടുത്തം, അതായത് സ്റ്റിഫ്നെസ് അനുഭവപ്പെടുക. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അസുഖം കണ്ടമാനം കൂടിക്കഴിയുമ്പോൾ പേഷ്യന്റ് കോമ സ്റ്റേജിലേക്ക് പോകാം, അൺകോൺഷ്യസ് ആകാം, ബോധക്ഷയത്തിലേക്ക് പോകാം, പിന്നെ ഓർമ്മക്കുറവിലേക്ക് പോകാം, ഒന്നും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുക, കാണുക, അങ്ങനെ ഹലൂസിനേഷൻ സ്റ്റേജിലേക്ക് ഒക്കെ പോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. പേഷ്യന്റിന് എപ്പിലെപ്സി, അപസ്മാരം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, കൺവൽഷൻസ് ഒക്കെ വരാനും ഒക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ മരണത്തിലേക്കാണ് ഈ ഒരു രോഗം കൊണ്ടുപോയി എത്തിക്കുക. ഈ ഒരു രോഗത്തിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് മെയിനായിട്ടും CSF, അതായത് നമ്മുടെ നട്ടെല്ലിൽ നിന്നും ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിക്കുകയാണ്. അപ്പം മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് നമുക്ക് ഈ ഒരു ഫ്ലൂയിഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടാതെ തലച്ചോറിന്റെ അല്ലെങ്കിൽ തലയുടെ ഒരു MRIയോ അല്ലെങ്കിൽ ഒരു CT ഒക്കെ എടുക്കുന്നതും ഈ ഒരു രോഗം കൺഫേം ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഈ രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ തിരിച്ച് റിക്കവർ ചെയ്യുക എന്നുള്ളത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഈ ഒരു രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് പ്രധാനമായിട്ടും ഇത്തരം മലിനമായ ജലാശയങ്ങളിൽ കുളിക്കുന്നത് അല്ലെങ്കിൽ മുങ്ങുന്നതൊക്കെ ഒഴിവാക്കുക, നീന്തുന്നതൊക്കെ ഒഴിവാക്കുക. അഥവാ ഇത്തരം തടാകങ്ങളിലോ അല്ലെങ്കിൽ കുളങ്ങളിലോ വെള്ളക്കെട്ടുകളിലോ ഒക്കെ കുളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നേസ് ക്ലിപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ ഇത് മൂക്കുവഴി ഈ ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് തടയാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ വീടുകളിലെ കിണറുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട്, ശുചീകരിക്കാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കാം. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ ക്ലോറിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സൂപ്പർ ക്ലോറിനേഷൻ ഒക്കെ നടത്തേണ്ടതാണ്. പിന്നെ അടുത്ത് ഉള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുളങ്ങള് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കിണറുകള് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുകൾ എല്ലാം ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ വെള്ളം ടെസ്റ്റിങ്ങിന് കൊടുക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് വാട്ടർ സപ്ലൈ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജലസംഭരണികൾ, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ വെള്ളം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാങ്കുകളിൽ ഒക്കെ 3 മാസം കൂടുമ്പോൾ ശുചിയാക്കാനും ക്ലോറിനേറ്റ് ചെയ്യാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക.
പിന്നെ എല്ലായ്പ്പോഴും നമ്മൾ മുഖം കഴുകാനൊക്കെ എടുക്കുമ്പോൾ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മൂക്കിലേക്ക് വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമൽ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മൂക്കിലേക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു സൈനസൈറ്റിസിന്റെ ഭാഗമായിട്ടൊക്കെ ചില ചികിത്സാ രീതികളിൽ നേസൽ ഇറിഗേഷൻ മെത്തേഡ് ചെയ്യാറുണ്ട്. അപ്പം അതായത് മൂക്കിന്റെ ഒരു ദ്വാരത്തിൽ കൂടി വെള്ളം കയറ്റി മറ്റേ ദ്വാരത്തിൽ കൂടി പുറത്ത് കളയുന്ന വഴി സൈനസിനെയൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും നല്ലതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സ്റ്റെറൈൽഡ് വാട്ടർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം ക്ലോറിനേറ്റഡ് വെള്ളം എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തിളപ്പിച്ച വെള്ളം നിങ്ങളുടെ എല്ലാ ഉപയോഗത്തിനും നല്ലതുപോലെ തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള വെള്ളമോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിവതും ശ്രദ്ധിക്കുക. ഇത്തരം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ വിവരം അറിയിക്കാനും വേണ്ട പ്രതിവിധി എടുക്കാനും ഒട്ടും മടി കാണിക്കരുത്.